സൈബർ ഡിവൈഎസ്പി അല്ലേ വിളിപ്പിച്ചത്? അവിടെയല്ലേ റിപ്പോർട്ട് ചെയ്യേണ്ടത്? സോറി സർ, KJ സാർ പറഞ്ഞു സാറിനെ വന്ന് നേരിട്ടൊന്ന് കാണണമെന്ന്. ഓക്കെ, ഞാനൊരു മീറ്റിങ്ങിലാണ്, തിരിച്ചു വിളിക്കാം. ഇപ്പം പറയാൻ ഞങ്ങൾക്ക് ഒരു വാചകമുള്ളൂ. ആ സ്ത്രീയുടെ വാക്കുകളിൽ ജെനുവിനിറ്റി ഉണ്ടെന്ന് വിശ്വസിച്ചു പോയി. വേറെന്താ പറയാനുള്ളത്? ജെനുവിനിറ്റി ഉണ്ടല്ലോ സർ. ഉണ്ടോ ഇല്ലയോ തെളിവാണല്ലോ പ്രധാനം. പോലീസ് എത്ര അഡ്വാൻസായി ഹ്യൂമൻ സൈക്കോളജിയിൽ ട്രെയിൻഡ് ആയാലും മനുഷ്യൻ്റെ ബ്രെയിൻ അതിനൊക്കെ മുകളിലാണ്. ജഡ്ജ്മെൻറ്റ് ചിലപ്പോൾ തെറ്റിപ്പോവും. ഹലോ, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയൂ. ഞാൻ പറഞ്ഞല്ലോ തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യണം സർ? KJസിനെ പോലെ ഒരാളിൻ്റെ അഡ്വൈസ് ഉള്ളപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? പുള്ളി അടുത്ത സ്റ്റെപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അത് ഉറപ്പാ. സംസ്ഥാന പോലീസ് വകുപ്പ് മേധാവിയെ തന്നെ നേരിൽ കണ്ട് ബോധിപ്പിക്കാനും എൻ്റെ കക്ഷി തീവ്രമായിട്ടുള്ള ശ്രമം നടത്തി പരാജയപ്പെട്ടതിന് ശേഷമാണെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് KJS ഈവനിങ്സിൽ വിത്ത് എവിഡൻസ് അദ്ദേഹത്തിന് കൊടുക്കണം. അതിനാ ആൻസി ഇപ്പം ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. പുള്ളി അടുത്ത സ്റ്റെപ്പൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും. സെൻട്രൽ ഗവൺമെന്റ് CFSൽ ആ വീഡിയോ പരിശോധിപ്പിക്കാൻ പറ്റില്ല സർ? അതാ ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ആൻസിക്ക് അതിന് ട്രൈ ചെയ്യാം. അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. ഒരു പൗരൻ്റെ അവകാശമാണത്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മുഴുവനും അഴിമതിയിലും തിരിമറിയിലും മുങ്ങിക്കിടക്കുകയാണെന്ന് ഒരു പൊതുധാരണ ജനത്തിനുണ്ട്. അത് മാറിക്കിട്ടും. ഓക്കെ? അല്ല, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. യു ട്രൈ യുവർ ലെവൽ ബെസ്റ്റ്. എനിക്കിനി ഇതിലൊന്നും ചെയ്യാനില്ല. നേരത്തെ പറഞ്ഞ പൊതുധാരണ തെറ്റൊന്നുമല്ല, കുറച്ചൊക്കെ ശരിയാ. ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്, ഡെമോക്രസിയിൽ സുപ്രീം പവർ ജനമാണ്. പക്ഷേ അത് ജനപ്രതിനിധികളാവുകയും അവർ രാജാവാണെന്ന് സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമായി പോയി നമ്മുടേത്. യുനോ, ഒരു 500 ട്രാൻസ്ഫറെങ്കിലും കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോഴീ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയത്. എത്രയോ മുന്നേ പ്രൊമോഷൻ കിട്ടുമായിരുന്നു. എന്നേക്കാൾ അർഹത കുറഞ്ഞ എത്രയോ പേർ എന്നെ ഓവർടേക്ക് ചെയ്തു. നമ്മുടെ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ട് സർ. ഒരു ചാൻസ് ഉണ്ടെന്ന് തന്നെ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോവുക. തൽക്കാലം ആൻസിയെ വിളിച്ച ഓഫീസിൻ്റെ മുന്നിൽ ഹാജരാകുക. അല്ലെങ്കിൽ അത് പിന്നെ വേറെ കേസാവും. ഓക്കെ? ഓക്കെ. പിന്നെ പേഴ്സണലായിട്ട് ഒരു കാര്യം കൂടി. KJS പറഞ്ഞെന്നും പറഞ്ഞ് ഇനി മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോയി നിൽക്കണ്ട. ഈ KJSനെ പോലെ സത്യത്തിൻ്റെ ഭാഗത്തിൽ നിൽക്കുന്നവരെ ഒന്ന് പേടിച്ചേ പറ്റൂ. 4-5 മാസം കൂടി ഈ സർവീസ് ഒന്ന് ഭംഗിയായിട്ട് അവസാനിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ CMനെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ആരെയും വില വെക്കുന്ന ആളുമല്ല. ഓക്കെ? എന്നാ ആൻസിയല്ലേ? ശരി. അയാളോട് വരാൻ പറയൂ. സാറേ, ഞങ്ങളെ ഓഫീസിനടുത്ത് എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്താൽ മതി. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് പൊക്കോളാം. ഞാൻ സനൻ സാറുമായിട്ട് സംസാരിച്ചിട്ട് സാറിനെ വിളിച്ചാൽ പോരെ? അത് മതി. ആൻസി സാറുമായിട്ട് സംസാരിക്കേ. ഞങ്ങൾ ഓഫീസിന് പുറത്ത് വേണം. വേണ്ട സർ, സാർ ബുദ്ധിമുട്ടുണ്ട. ഞാൻ സാറിനെ വിളിച്ചോളാം. ബുദ്ധിമുട്ടൊന്നും ഇല്ല ആൻസി, ഞങ്ങൾ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്കും ചില കാര്യങ്ങൾ മൂവ് ചെയ്യാമല്ലോ. കൊച്ചപ്പ പൈസ വേണ്ട വേണ്ട, എൻ്റെ കയ്യിലുണ്ട്. എത്ര? 50. ഏതാ കണ്ടറിഞ്ഞൂടെ? ഇരിക്കെ നമ്മളാരാ? ഇതിന്റെ കൊച്ചാപ്പനാ. തോണിക്കരയാ. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. സിനിമയിലോ സീരിയലിലോ ഇല്ല സാർ. മനസ്സിലായി. മീഡിയക്കാരുടെ ക്യാമറയൊക്കെ തല്ലിപ്പൊട്ടിച്ച് സൂപ്പർ സ്റ്റാറായ ആള്. TV കണ്ടായിരുന്നു ന്യൂസൊക്കെ. ഇനിയിപ്പോ ഇവിടെ ഒന്നും തല്ലി പൊട്ടിച്ചേക്കരുതേ. ഒന്ന് പുറത്തോട്ടിരിക്കണേ. കൊച്ചപ്പൻ ചെല്ലേ. ശരി. ഇരിക്കൂ. എന്ന് ആൻസിയോട് വരാൻ പറഞ്ഞത്? ഇതൊക്കെയാ പ്രോബ്ലം. ട്രെയിനെല്ലാം വെള്ളം കയറി ബ്ലോക്കായി പോയില്ലേ? സാരല്ല. കോന്നിയിൽ നിന്ന് ഇങ്ങോട്ട് നേരിട്ട് ട്രെയിൻ ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെന്താ വൈകിയത്? സോറി സർ.
ഓ, DGPയുടെ ഓഫീസിലൊക്കെ പോയിട്ടാണല്ലോ വരുന്നത്. അപ്പൊ പിന്നെ സമയമെടുക്കും. ആ, നമ്മളൊക്കെ വേറെ തിരക്കൊന്നും ഇല്ലാതിരിക്കുമല്ലേ. എന്നിട്ട് DGP എന്തു പറഞ്ഞു? സാറിനെ ഒന്ന് കാണാൻ പറഞ്ഞു. ഓ, ഏത് സാറിനെ? ഓ, എന്നെ. DGPക്ക് ഇനി ഇതിലൊന്നും ചെയ്യാനില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. DGP CMന്റെ അടുത്ത് പിന്നെ എന്തൊക്കെയോ ന്യായീകരിക്കാൻ ശ്രമിച്ചെന്നോ പുള്ളി ഓടിച്ചു വിട്ടെന്നോ എന്തൊക്കെയോ കേട്ടു. വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല സർ. എന്നാലും ആൻസിയുടെ ധൈര്യം അപാരം തന്നെ. എന്നാലും മുഖ്യമന്ത്രിയുടെ മുമ്പിലൊക്കെ ചെന്ന് എന്തെങ്കിലും നുണ പറയുമ്പോ മുട്ടിടിക്കത്തില്ലയോ എന്നാണ് എന്റെ ഭാര്യ ചോദിക്കുന്നത്. എന്റെ വൈഫേ. പ്രധാനമന്ത്രിയുടെ മുമ്പിലായാലും എൻ്റെ കാൽമുട്ട് വിറക്കില്ല സർ. കാരണം ഞാൻ പറഞ്ഞ സത്യമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ആ രാജ്മോഹൻ സാർ അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ റിസൾട്ട് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നും എനിക്കറിയാം. രാജ്മോഹൻ മെടുക്കണ എല്ലാവർക്കും അറിയാം. രാജ്മോഹന് സ്ത്രീകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാ. അയാളൊരു ജെന്റിൽമാനാ. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. നിയമം തന്നെ മാറിയില്ലേ? സ്ത്രീക്കും പുരുഷനും ഇഷ്ടപ്പെട്ടാ മതി. പരസ്ത്രീ പരപുരുഷൻ, അതിനൊന്നും ഒരു കാര്യമില്ലെന്ന്. ത്രേതായുഗത്തിലാ ഇപ്പോഴും കുറയണം. ഇപ്പൊ തന്നെ എൻ്റെ നിർമ്മല ടൂറിസം ഡിപ്പാർട്ട്മെന്റിലാ ജോലി. പരിശുദ്ധയായിട്ട് ജോലി ചെയ്തു വരുമെന്ന് പറഞ്ഞിരിക്കുവാണ് ഞാൻ. ചുമ്മാതാ, ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ വഴിക്ക് അങ്ങ് പോവും. ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല. ഒരു കാര്യമില്ല സർ. ഈ പട്ടിയും പൂച്ചയും പോത്തും ഒക്കെ പുറത്ത് നടക്കുന്ന കണ്ടില്ലേ, നാണം പോലും മറയ്ക്കാതെ. ഇപ്പൊ തോന്നുന്നു ആ കൂട്ടത്തിലെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നാണ്. സാർ എന്നെ എന്തിനാ ഇവിടെ വിളിപ്പിച്ചത്? സീഡാക്കിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ സൈബർ കേസ് അങ്ങ് ക്ലോസ് ചെയ്തേക്കാം. ഞങ്ങളെ ഏൽപ്പിച്ചിരുന്ന ജോലി കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ പോവാം, കോടതിയിൽ പോകാം, CBIയിൽ പോകാം, എന്തു വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ ആ വഴിക്ക് അങ്ങ് വിട്ടേക്ക് ആൻസി. അതൊക്കെ അങ്ങ് വിട്ടേക്ക്. ഞാനിതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്തു. കേസ് കഴിഞ്ഞിട്ടും ഇതൊക്കെ കണ്ടോണ്ടിരുന്നാലേ നിർമ്മലയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. ഡിലീറ്റ് ചെയ്തു.